ഹലോ ഗൈസ്, ഏവർക്കും ആര്യസ് ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ചിപ്പി ബജി എന്നാണ്. ഇപ്പോൾ ചിപ്പി സീസണൊക്കെ ആയതുകൊണ്ട് ചിപ്പി വാങ്ങാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് കുറേ സമയമൊന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ചിപ്പി. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അലുമിനിയം പാത്രത്തിൽ വെച്ച് നമുക്ക് കല്ലുമ്മേക്കായ വേവിച്ചിട്ടുണ്ട്. അടപ്പടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനുള്ളത്. നമ്മൾ കല്ലുമ്മേക്കായിൽ ഒരു തുള്ളി വെള്ളം പോലും വീത്തേണ്ട ആവശ്യമില്ല, കാരണം ഇത് അവിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം വീത്തി അത് തിളച്ച് പൊങ്ങിച്ചാകില്ല. വെള്ളം വീത്തുകയാണെങ്കിൽ അത് വെന്ത് വരെയില്ല, ഇത് ആവിയിലാണ് വേവേണ്ടത് ഗായ്സ്. തിളയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വന്ന് തുടങ്ങി. ആ ചിപ്പിയുടെ വെള്ളം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും വീറ്റാതെ വന്നത് കണ്ടോ. പൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൊങ്ങി വരെയാണ്. ഇവിടെ തറയിലൊക്കെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് വെന്തോന്നറിയാൻ 2 പേർക്കും കൂടെ ഓപ്പൺ കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മളെ ചിപ്പി ഇവിടെ വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ തുറന്ന് കാണിച്ചു തരാം. നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. നല്ല ചതയുള്ള ചിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു സംഭവമുണ്ട്, ആ ഇതിൻ്റെ അഴുക്കാണ്. അപ്പം അതെടുത്ത് കളഞ്ഞിട്ട് ഇത് കഴിക്കാനുള്ളത്. ഇതാണ് ആ സാധനം, പച്ച കളറിൽ ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ടിരിക്കും. കണ്ട, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിപ്പി ബജി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. ചിപ്പിയൊക്കെ ആവശ്യം കഴിഞ്ഞ് ഇനി അടുത്ത് വീഡിയോയിലോട്ട് കിടക്കാം. ഇനിയാണ് അടുത്ത പ്രോസസ്സ്. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ആ ഇത്തിളങ്ങ് എടുക്കണം. കണ്ടില്ലേ, ഇതാണ് ഇത്തിൾ. ഇതൊക്കെ വയറിനകത്ത് പോയാൽ വയറുവേദനയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 2-3 തവണ ഉപ്പ് വെള്ളത്തിൽ കഴുകി എടുക്കേണ്ടതാണ്, കാരണം ഇതിൽ നിറച്ച് മണ്ണുണ്ട്. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കടലമാവ് എടുക്കുക, എന്നിട്ട് അതിലോട്ട് ഗരം മസാല ഇട്ടിട്ട് കുരുമുളക് ഇടുക, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെയ്യാം. ഉപ്പും ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കാനാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം വീത്തി കൊടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവം ആവുന്നത് പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് കല്ലുമ്മേക്കായ ഇട്ട് ഇതിൻ്റെ കോട്ടിങ് നടത്താം, എന്നിട്ട് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലോ പൊരിക്കാൻ പാടില്ല, പാം ഓയിലിലോ സൺഫ്ലവർ ഓയിലിലോ പൊരിക്കാനുള്ളൂ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ മണം മുന്നിൽ നിൽക്കുക. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് കല്ലുമ്മേക്കായ പൊരിക്കാം. അടുക്കി പിടിച്ച് ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ പോകും. അതുകൊണ്ട് സ്പേസ് ഇട്ട് വേണം ഇടേണ്ട. നമ്മൾ കല്ലുമ്മേക്കായ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. അടുത്ത് ഇനിയും ഇട്ട് കൊടുക്കാം.
മൊരിയുന്നതിനനുസരിച്ച് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ നമ്മളൊരു പ്ലേറ്റിൽ സർവ് ചെയ്യാണ്. ഒരു കുത്തുള്ള സ്പൂണിൽ വേണം ഇത് എടുക്കേണ്ടത്. ഇതിനെ കണ്ണാപ്പ എന്നാണ് പറയണത്. എന്നിട്ട് നമുക്ക് അതേ എണ്ണയിൽ തന്നെ കറിവേപ്പില പൊരിച്ചെടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ വരും. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ കൊണ്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കിയത്. ഇതൊരു വളരെ ടേസ്റ്റി എളുപ്പമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അടിപൊളി ടേസ്റ്റ്. എൻ്റെ മമ്മി എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ ആ ഒരു പെപ്പർ ചില്ലിയും ഞാൻ സോസിലും കൂടെ മുക്കി തിന്നപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ചിപ്പിയുടെയൊക്കെ സീസൺ അല്ലേ, അപ്പം ഇതൊന്നും വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് പിച്ച് കാണിച്ചാൽ അതിൻ്റെ ചിപ്പിയൊന്നുമില്ല. എൻ്റെ മമ്മി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ പശ്ചാത്താപിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ചുമന്ന കളറുള്ള ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വീണ്ടും കാണുന്നവരെ ബൈ.